നമ്പർ കണ്ടുപിടിച്ചു, ആളെ കണ്ടുപിടിച്ചു ആരായിരുന്നു എന്ന് പിടിക്കാൻ മാത്രം എന്തേ കഷ്ടപ്പാട്, അതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. 5ാമത്തെ ദിവസം എന്നിട്ട് ആളെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത് വളരെ നല്ല. നമ്മൾ ഓരോരുത്തരോടാണോ, നമ്മളെ ഓരോരുത്തർക്കും വേണ്ടിയാണെന്ന് ചിന്തിച്ചു നോക്കുന്നത്. നാളെ നമ്മുടെ കുടുംബത്തിലോ നമുക്ക് അറിയുന്നവരോ സുഹൃത്തുക്കൾക്ക് സംഭവിച്ചാലും സംഭവിക്കുന്നത്. കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നവന്റെ ഫോട്ടോ കിട്ടി, അവന്റെ അഡ്രസ് കിട്ടി, അവന്റെ കാർ കിട്ടി, CCTV ദൃശ്യങ്ങൾ കിട്ടി, എല്ലാം കിട്ടിയിട്ടും അവനെ മാത്രം കിട്ടിയിട്ടില്ല. അതെന്താ? ഇതിലും വലിയ കേസുകൾ തെളിയിച്ച നിമിഷ നേരം കൊണ്ട് അകത്തിടുന്ന പോലീസുകാർ അല്ലെങ്കിൽ നമ്മുടെ നിയമം കാശുള്ളത് കൊണ്ടാണോ? അവന് പിടിപാടുള്ളത് കൊണ്ടാണോ? അതോ മരിച്ചുപോയ ആ ഒരു പെൺകുട്ടി എന്നത് 18 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണോ? അവർക്ക് ഇതിന്റെ എതിരായിട്ട് നിയമ പോരാട്ടത്തിന് പോകാൻ ഒരു ഹോൾഡ് ഇല്ലാത്തത് കൊണ്ടാണോ? എനിക്ക് സംശയമാണ്. കാരണം അവന്റെ ഫോട്ടോയും അവന്റെ CCTV ദൃശ്യങ്ങളും അവന്റെ എല്ലാം ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഈ സാഹചര്യത്തിൽ അവനെ പിടിക്കാൻ കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിന്നുന്നവരെല്ലാവരും ആ പെൺകുട്ടി പറഞ്ഞ പോലെ തിന്നുന്നത് എല്ലാവരും ചോറ് തന്നെ. ഞങ്ങളെ മണ്ടന്മാർ, സാധാരണക്കാരെ മണ്ടന്മാരാക്കാനാണെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഞങ്ങൾ മണ്ടനായി തരാം. അതല്ലേ ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടി വിട്ടിട്ട് ഈ പണി വിട്ടിട്ട് പോവുക, അത്രയേ ഉള്ളൂ. അവന് പിടിക്കാൻ കിട്ടിയില്ല, അവൻ ഒളിവിലാണ് എന്നൊന്നും പറഞ്ഞ് മുഴുവൻ ന്യായങ്ങൾ പറഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് അവന് പിടിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ആ ആക്സിഡന്റ് ഉണ്ടായ നിമിഷ നേരം കൊണ്ട് എത്ര കേസുകൾ തെളിയിച്ചു, എത്ര പ്രതികൾ പിടിച്ചിരിക്കുന്നു. ആ നിങ്ങൾക്ക് അവനെ പിടിക്കാൻ കഴിയണില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളത് വിശ്വസിക്കണം അല്ലെ? കണ്ണും അടച്ച് കണ്ണും പൂട്ടി ഞങ്ങളത് വിശ്വസിക്കണം. സാധാരണക്കാരനല്ലേ, വിശ്വസിച്ചേ പറ്റൂ. കാശുള്ളവനും പദവിയുള്ളവനും പവറുള്ളവനും ഭരിക്കും.